ബ്രസീലിലെ ക്യാപ്റ്റൻ അല്ലേ? അതെ അതെ അതെ. നറുക്കെടുത്തപ്പോ എനിക്ക് കിട്ടിയ ടീം ബ്രസീല്. നന്ദന കേഴ്സ് ഈസ് റിയൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഗോള് കണ്ടില്ലേ? ഗോൾ സൂപ്പർ ആയിരുന്നു. റിയാക്ഷൻ ഉണ്ട് ഇതില്ലേ? അതും കാണിച്ചു തരാം. ബ്രസീലിനുള്ള പേരിട്ടാ തന്നെ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഈ ജേഴ്സി ഇട്ടിട്ട് എന്താന്ന് വിചാരിക്കും നിങ്ങൾ? ഇന്ന് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫൈനലിലെ ലൈവ് സ്ക്രീനിങ് ഇതെല്ലാം കാണാൻ പോകണം. അപ്പൊ അതൊക്കെ കൂട്ടിവെച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ബസ്സൊന്നും ഇല്ല. അപ്പൊ വിഷ്ണുട്ടനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുട്ടാ സേ ഹായ്. വിഷ്ണുട്ടന്റെ ടീം തോക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. എന്റെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് നമ്മൾ ജർമ്മനിക്ക് വേണ്ടി നമ്മൾ കപ്പടിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഞാൻ ജയിക്കും. എന്റെ കഴിവിൽ വിശ്വാസമുണ്ട് വിഷ്ണുട്ടന്. അതുകൊണ്ട് നമ്മൾ ജർമ്മനിക്ക് വേണ്ടി ഇന്ന് കപ്പടി. എനിക്ക് പോർച്ചുഗലിന്റെ ജേഴ്സി ഇടണമെന്നായിരുന്നു ആഗ്രഹം. ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി. അപ്പൊ പോർച്ചുഗലിന്റെ ജേഴ്സി എനിക്ക് കിട്ടിയില്ല. ഞാൻ അന്വേഷിച്ചു, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ അവസാനം ഓക്കെ എന്നാ പിന്നെ ജർമ്മനിക്ക് വേണ്ടി തന്നെ പോകാന്നൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ടീമില് ഞങ്ങൾ 5 പേരാണ് ടീമിലുള്ളത്. 3 പേർക്ക് കിക്ക് എടുക്കാം, ഒരു ഗോൾ കീപ്പർ, അങ്ങനെ 3 സൈഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജേഴ്സിയുടെ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ടീമിന് ഓരോ ജേഴ്സി ഇടണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരേ ജേഴ്സി ഇടാനായിട്ട് തർക്കം. കാരണം ആർക്കും ഓപ്പോസിറ്റ് ടീമിന്റെ ജേഴ്സി ഇടാൻ പറ്റില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ ബ്രസീലിന്റെ അർജന്റീനയുടെ ജേഴ്സി ഒക്കെ ഇടാൻ പാടാണ്. അത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇഗ്നോർ ചെയ്യണം, അത് ഇതാണ്. അപ്പോൾ എന്താ പറയാ, അപ്പോൾ ഞാൻ ഓപ്പോസിറ്റുള്ളവരോട് ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ടീമിന്റെ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കാണെങ്കിൽ പോർച്ചുഗൽ ഇടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അവസാനം ഫിക്സ് ചെയ്തു 5 പേരും 5 ജേഴ്സി ഇടാം. പെനാൽറ്റി ഷൂട്ട് ഔട്ട് അല്ല, അപ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ വേണമെന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു സൗഹാർദ്ദത്തിൽ 5 ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒറ്റ ടീമായിട്ട് ഞങ്ങൾ കളിക്കാൻ പോവാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ. അപ്പൊ നമുക്ക് പോയി നോക്കാം അവിടുത്തെ ടീമുകൾ എങ്ങനെയുണ്ട് എല്ലാം നോക്കാം. രാജാവിനെ മുഖം കാണിക്കാനായിട്ട് നമ്മൾ ഹൗസ് ഓഫ് ലോഡ്സിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അയ്യോ, ഇതല്ല രാജാവിന്റെ പുറകിലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യത്തിൻ്റെ അതല്ലേ, പക്ഷെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ രാജാവേ? ജർമ്മനിയുടെ ജയിച്ചിട്ടാ പോന്നെ, തോക്കും എന്തായാലും. ഫണ്ണല്ല ശരിക്കും. എന്താ നിനക്ക് തോന്നുന്നത് ഫൈനലിൽ എന്താ ഉണ്ടാവുക? 3-2. എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം പറ്റാൻ പോകും. 3-2 അർജന്റീന ജയിക്കും. ആ ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു. 3-2. ഞാൻ 3-2 സ്പെയിൻ ജയിക്കുന്ന ആളിന്ന് എനിക്ക് ആഗ്രഹം അർജന്റീന ജയിക്കണം എന്നാണ്. ഞാൻ എന്നാലും ഒരു 10,000 രൂപയുടെ എന്തോ കോൺടെസ്റ്റ് കണ്ടു, പ്രഡിക്ഷൻ കോൺടെസ്റ്റ്. നമുക്ക് കോൺടെസ്റ്റിൽ ജയിക്കണമല്ലോ. അപ്പൊ ഞാൻ 3-2 സ്പെയിൻ ജയിക്കുന്നതാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തേക്കണം. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും പെനാൽറ്റിക്ക് പോയിട്ട് വരാം. വേറുണ്ടോ കളിയാണ്? സപ്ലിയാണ്. റാങ്ക് ഫസ്റ്റ് ആണോ? ബൈ. ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് എന്ന് ഞാൻ പറയും, പക്ഷെ ഞാൻ വണ്ടിയിലല്ല പോണത്. നമുക്ക് വേണ്ടി ഒരു വലിയ വാഹനമാണ് വരാൻ പോണത്. മെട്രോ. പോയില്ലേ? നീ അല്ലേ പോണെന്ന് പറഞ്ഞോ? ടാറ്റ. കോളേജിൽ നിന്ന് ഞാനും സുബാനയാണ് വന്നിട്ടുള്ളത്. ബാക്കി നമ്മൾ സെന്റ് തെരേസാസുകാർ 3 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം. അവരെ കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എത്തിയത്, അതുകൊണ്ട് വേഗം പോട്ടെ ഗൈസ്. ആദിക്കുട്ടൻ എത്തിയിട്ടുണ്ട്. ആദിക്കുട്ടൻ 2 വാക്ക് ജയിച്ചിട്ട് വരും. ജയിച്ചാൽ ക്യാഷ് പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല. ട്രോഫി കിട്ടും. ട്രോഫി
അത് ക്യാഷ് പ്രൈസ് കുറവായിരിക്കും ചിലപ്പോൾ. നമുക്ക് ഗ്ലൗ ഒക്കെ ആയിട്ട് ആദ്യക്കുട്ടൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ സെൻട്രസസുകാർ വന്നിട്ടുണ്ട്. ഇത് മെഹജ, നമ്മുടെ പഴയ ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഒന്നിച്ചല്ല. അപ്പൊ ഇത് ജൂഡിയും സെൻട്രസസ് ആണ്. ഇവളെ നെയ്മറിന്റെ ജേഴ്സി കിട്ടി പ്രിയ വന്നിട്ടുണ്ട്. പ്രിയ ഏത് കോളേജാ? അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കണം. ഞങ്ങൾ പല 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 ജേഴ്സീസിലാണ്, ഒരേ ജേഴ്സി ഒന്നല്ല. അപ്പോൾ ഒരു ടീമിന്റെ തന്നെ ഒരു സൗഹാർദ്ദമാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലേ മെഹജ? അപ്പം നമ്മൾ ജയിച്ചു വരാം ഗൈസ്. കീപ്പറിന് പ്രാക്ടീസ് കൊടുക്കാൻ നമ്മുടെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത് ഷോ ഓഫ് നിഖിൽ, മൊയന്ത് മുത്തു ഇതേ കിക്ക് ചെയ്തു. നമുക്ക് ടീം സപ്പോർട്ടിനൊക്കെ ആൾക്കാരുണ്ട്. ജർമ്മൻ ജേഴ്സി കിട്ടി വന്നിട്ട് എനിക്ക് കിട്ടിയ ടീം, നമുക്ക് നറുക്കെടുത്തിട്ടാണ് നമ്മുടെ ടീം തീരുമാനിക്കണം. അപ്പം നറുക്കെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ടീം ബ്രസീൽ. അപ്പം ഞങ്ങൾ ബ്രസീലിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ എന്നാലും പേരിന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഈ ജേഴ്സി ഇട്ടിട്ട് അവര് ബ്രസീൽ ടീമാക്കി. അവർ ലോട്ടിൽ പോലും എന്താ പറയാ ജർമ്മനി എന്നുള്ള പേര് ഇൻക്ലൂഡ് ചെയ്തില്ല. അത് ഇൻസൾട്ട് അല്ലേ? അതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് തോറ്റു. എന്താ 4 അടിച്ചതിൽ 1-2 ഞാൻ മിസ്സാക്കി. 2 ഗോൾ അടിച്ചുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ തോറ്റു. 3 കിക്കായിരുന്നുണ്ടായിരുന്നത്. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തോറ്റു. സാരമില്ല. അപ്പം നന്ദന കേഴ്സ് ഈസ് റിയൽ, അത് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ജർമ്മനിയുടെ അത് ഇതൊന്നും പറയണ്ട. 2014 ശേഷം ജർമ്മനിക്ക് ഉണ്ടായത് എന്റെ നിർഭാഗ്യമാണ്. നമ്മൾ അടിക്കുമായിരുന്നു, പക്ഷെ നമുക്ക് നമ്മുടേതായ റീസൺസ് ഉണ്ട്. നമ്മുടെ ടീം മാനേജേഴ്സും കോച്ചുമായി വന്നിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം. പരിതാപകരം, കൊള്ളായിരുന്നു. മോശം ജയിക്കായിരുന്ന കളികളായിരുന്നു. ഇത് മൊത്തം അർജന്റീനക്കാരെ വന്നേക്കണം. അതാണ് സംഭവം. ആദ്യം തന്നെ നമുക്ക് പാടിയതാണ് സീരിയസ്ലി ജപ്പാനായിരുന്നു നമുക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അത് അവരായിട്ട് നമ്മൾ തോറ്റ്. അയ്യോ എടാ, ഇതേ ബ്രസീലായിരുന്നു ഞങ്ങളുടെ ടീമിന്റെ പേര്, അറിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ജപ്പാനായിരുന്നു ലാസ്റ്റ്. പിന്നെ പോർച്ചുഗലായിട്ടാണ് തോറ്റത്. പക്ഷെ പോർച്ചുഗലായിട്ട് തോറ്റത് കുഴപ്പമില്ല. കപ്പ് എടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് വാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് വന്നപ്പോ 2 തോറ്റ് സർപ്രൈസ് ആയി. എല്ലാരും നമ്മള് അങ്ങനെ ഇതാക്കും. അതെ ഞങ്ങളുടെ ടീമിന്റെ ഒരു ഗോഡ് ഫൈവ് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ ക്യാപ്റ്റൻ ഫസ്റ്റ് പുറത്താക്കി. ടീം അതുകൊണ്ട് പുറത്തായിട്ടുണ്ട്. പക്ഷെ നല്ല ട്രൈ ആയിരുന്നു. നെക്സ്റ്റ് തന്നെ കപ്പടിക്കാം. എന്റെ ഗോള് കണ്ടില്ലേ? ഗോളാണ് സൂപ്പർ ആയിരുന്നു. നല്ല റിയാക്ഷൻ ഉണ്ട് ഇതില്ലേ? അതും കാണിച്ചു തരാം. അപ്പൊ അവരുടെ ചാനൽ നോക്കി അവരെ അത് കാണാം. അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ഒന്നിച്ച് കളിക്കുന്ന ആദ്യത്തെ ഒരു ഷൂട്ട് ഔട്ടാണ്. അപ്പൊ നമ്മൾ ഇനി കൂടുതൽ ടൂർണമെന്റ്സിനൊക്കെ നമ്മൾ വരും, അല്ലേ? വരും. ഇവളെന്തായാലും കൊണ്ടുട്ടോ കോച്ചെ, ഇവളെന്തായാലും നമ്മൾ കൊണ്ടു. ഇവളൊരു ഗോൾ അടിച്ച് കാണണം നമുക്ക്. ഓക്കെ ബൈ. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. കുറച്ച് മഴയൊക്കെ നനഞ്ഞ് നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി ലൈവ് സ്ട്രീമിങ്ങിന് പോകണം. ഞാൻ ഇപ്പോൾ വീട്ടിൽ മീൻസ് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ്. അൻഷയുടെ കാണിച്ചുതരാം. മഴ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ, നനഞ്ഞു പോവും. ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ് അങ്ങനെ ഇടയിൽ കുറേ കാലമായി ഫുട്ബോളാണ് അത്. എന്നിട്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പോയി നോക്കാം, അർജന്റീന ജയിക്കോ സ്പെയിൻ ജയിക്കും. ഇപ്പൊ ഞാനിത് ഇടുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആ വിന്നറിനെ ഇവിടെ കാണിക്കാം. വിന്നർ അവിടെ അർജന്റീനക്കാർ പടക്കമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവളും അർജന്റീന ഫാനാണ്. അപ്പോൾ അവർ പടക്കമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജയിച്ചാൽ അവർ പൊട്ടിക്കും, തോറ്റാൽ നമ്മൾ പൊട്ടിക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോണത്. അതൊന്നുമില്ല, അത് നമ്മൾ പൊട്ടിക്കും. ജയിച്ചാലും തോറ്റാലും നമ്മളും പൊട്ടിക്കും. നമ്മളൊക്കെ ഫുട്ബോൾ ആരാധകരാണ്.
അപ്പോൾ നമ്മൾ വെറുതെ ഫാൻ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷേ നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഫാൻ ഫൈറ്റ്സ്, പ്രഡിക്ഷൻസ്, ഭയങ്കര വാട്സപ്പ് ഗ്രൂപ്പ് വാറൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നടന്ന കുറച്ച് കാലങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം. അപ്പോൾ അതിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും വേൾഡ് കപ്പ് ആകുമ്പോൾ അത് ഒരു നമുക്കിപ്പോൾ യൂറോയും എല്ലാത്തിനും ചാമ്പ്യൻസ് ലീഗിനും ഒക്കെ നമ്മളിങ്ങനെ നിൽക്കും. പക്ഷെ എന്നാൽ പോലും വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാണാത്ത ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഹരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഇന്നത്തോടുകൂടി കഴിയുകയാണ്. ഇപ്പോൾ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ എത്ര തന്നെ ആയാലും അവർക്കൊരു പ്രത്യേക ഒരു തന്നെ ഉണ്ട്. നമ്മുടെ ഒരു ജനറേഷനിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓറ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. നമ്മുടെ ലൈഫിലെ ഭയങ്കര ഒരു ഭാഗമാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ വിരമിച്ച് പോയാൽ പോലും ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ ഈ ഒരു ജനറേഷൻ്റെ ഫാൻ ഫൈറ്റ്സിൽ ഇവരൊക്കെ തന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് എംബാപ്പയൊക്കെ ഭയങ്കര പെർഫോമൻസ് ആണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം തന്നെ ഈ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ ഇനി 3 വേൾഡ് കപ്പ് ബാക്കിയിട്ട്. അപ്പോൾ എമ്മാതിരി പെർഫോമൻസ് ആയിരിക്കും, എത്രത്തോളം റെക്കോർഡുകൾ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനോ ഫാൻ ആണെന്നത് വെച്ച് ഞാൻ മെസ്സിയെ ഹേറ്റ് ചെയ്യുന്നില്ല, നെയ്മറിനെ ഹേറ്റ് ചെയ്യുന്നില്ല, ഏതൊരു ടീമുകളെയും ഹേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഉണ്ടാവും, നമ്മൾ പറയുമ്പോൾ നമ്മളങ്ങനെ ഫൈറ്റൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഒരു രസമാണ്, ഒക്കെ ഒരു ഭാഗമാണല്ലോ. അപ്പം നല്ല രസമാണ്. ഒരുങ്ങി തുടങ്ങി കപ്പടിക്കുന്നത് കാണാനായി അൻഷ. ജേഴ്സി അല്ല വിട്ടാ, കോളേജിലെത്തി. ഹാഫ് ടൈം കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുറെ നാളായിട്ട് അർജന്റീന കപ്പടിക്കുന്നുണ്ട്. പുതിയൊരു ടീം കപ്പടിക്കുന്നതിലും സന്തോഷമുള്ളൂ. പുതിയൊരു ടീമാ? ഓക്കെ. ഹാഫ് ടൈമിൽ എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഹാഫ് എന്ത് തോന്നുന്നു? അൻസാർ തോൽക്കും. തൂക്കുമോ അതോ തോക്കുമോ? പറയൂ. തോക്കും. ഓക്കെ. സുബന ഇത് തോന്നുന്നു, തൂക്കുമോ അതോ തോക്കുമോ? തൂക്കും. സ്പെയിൻ തൂക്കും. അല്ല, അർജന്റീന ജേഴ്സി ഒക്കെ ദൂരെ വന്നേക്കണേ. എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഹാഫിൽ തോക്കും. മികച്ച നമ്മളെ 80 മിനിറ്റ് സ്പെയിനോ അർജന്റീന ഓക്കെ. എന്ത് തോന്നുന്നു? ഫുട്ബോൾ ഇംഗ്ലണ്ട് ജയിക്കും അടുത്ത വട്ടം. ലമീൻ യമാൽ അടക്കം അവിടെ തയ്യാറായി നിൽക്കുന്നു. എന്തും തള്ളും കാണാം. മഹാഗോപുരങ്ങൾ, മനുഷ്യഗോപുരങ്ങൾ, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക. എനിക്ക് വേണ്ട, അത് എത്തിച്ചു പിടിക്കാം. എല്ലാരും വീട്ടിൽ പോണം. പോണ് മെസ്സിയൊക്കെ പോണ്. ബ്ലോഗിലൊരു കരച്ചിൽ ഇതാരാ? എന്തൊരു സന്തോഷല്ലേ. എൻ്റെ ഒരു ചാർജ് തീർന്നു. ഞാനിപ്പോൾ തിരിച്ചെത്തിയപ്പോഴാണ് ഫോൺ ഓണായത്. ഓക്കെ, അപ്പോൾ കളിയൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തി. ആക്ച്വലി സ്പെയിനൊരു ഡിസേർവ്ഡ് വിന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, അർജൻറ്റീന ജയിച്ചിരുന്നെങ്കിൽ, എനിക്ക് അവരോട് ഹെയ്റ്റ് ഉള്ളതുകൊണ്ടൊന്നും പറയാല്ല, അർജൻറ്റീന ജയിച്ചിരുന്നെങ്കിൽ അവർ കളിച്ചൊരു ഗെയിം വെച്ചിട്ട് ആക്ച്വലി സ്പെയിൻ ഡിസേർവ്സ് മോർ. അതുകൊണ്ട് അവർ ജയിച്ചു തന്നെയാണ്. അപ്പോൾ എമി മാർട്ടിൻസ് കിട്ടില്ല, ആളുടെ ഒരു പെർഫോമൻസ് കാരണം കുറേ സേവും കാരണമൊക്കെ എന്താ പറയുക,
കുറേ ഗോളൊന്നും വീഴാതെ പോയി. അപ്പോൾ എന്തായാലും നല്ലതായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കണ്ടപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. നല്ല രസമായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ പലതും പറയും, ഫൈറ്റിനും ഒക്കെ പറയുമെങ്കിലും എന്താ പറയുക, ഇത് എൻ്റെ ഇതിലെ ഇതൊരു ഗെയിമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞു, വേൾഡ് കപ്പ് ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, കിടന്നുറങ്ങണം. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.